ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പനച്ചിക്കാവ് ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിലോട്ട് പോവുകയാണ്. പിള്ളേരെയൊക്കെ ആദീക്ഷണം കുറിപ്പിക്കാൻ, ആമിമോളെ ആദീക്ഷണം കുറിപ്പിക്കാൻ നമ്മൾ പോവുകയാണ്. ഞാനും അച്ഛനും അമ്മയും ചേട്ടനും കൊച്ചു പിള്ളേരും ഉണ്ട്. നമ്മൾ നേരെ നമ്മുടെ വെള്ളാർവട്ടത്ത് വന്ന് നേർച്ചയിട്ട് പ്രാർത്ഥിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. നമ്മൾ എവിടെ പോയാലും ഇവിടെ വന്ന് നേർച്ചിട്ടിട്ട് പോകാറുള്ളൂ. ഇന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് വൈകുന്നുണ്ട്. അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറുന്നില്ല, പുറത്ത് തന്നെ തൊഴുതിട്ട് പോകാമെന്ന് തീരുമാനിച്ചു. ആദ്യമേ ഞാനും അമ്മയും കൂടെ പോയി നേർച്ചയിട്ട് തൊഴുത്ത്, പുറകെ അച്ഛയും കൂടെ പോയി. അങ്ങനെ നേർച്ചയിട്ട് തൊഴുത് നമ്മൾ യാത്ര തുടങ്ങി. നമ്മുടെ പോണ വഴി നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മൾ ഉത്രാടത്തിൻ്റെ അന്നാണ് നമ്മൾ പോയത്. അതുകൊണ്ട് റോഡിലൊക്കെ നല്ല തിരക്കും ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഇവിടുന്ന് നമ്മുടെ ചേർത്തല വീട്ടിൽ നിന്ന് ഇവിടെ വരെ പോകാൻ 1.5 മണിക്കൂറാണ് വേണ്ടത്. പക്ഷേ നമ്മൾ ചിലപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞു. നമ്മളങ്ങനെ 2 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ കണ്ണാടിയൊക്കെ വെച്ചിട്ട് നല്ല സ്റ്റൈലൊക്കെ ആയിട്ടാണ് പോകുന്നത്. നമുക്ക് ബാഗില്ല, കുപ്പിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയൊന്നും ഒന്നുമില്ലായിരുന്നു. ഞാനും എൻ്റെ വീട്ടുകാരും മാത്രമായിട്ടാണ് പോയത്. അങ്ങനെ നമ്മൾ ബൈക്കത്ത് ചെന്നു. ചെന്നൈപ്പൊക്കം വഴിയാണ് പോയത്. നമ്മൾ ഇപ്പം വഴിയായിരുന്നു പോയത്. നമ്മൾ അമ്പലത്തിൽ ചെന്ന് തിരക്കുണ്ടാവുന്നൊക്കെ പ്രതീക്ഷിച്ച് കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വലിയ തിരക്കൊന്നുമില്ല. നമുക്ക് സുഖമായിട്ട് തൊഴുതിട്ടൊക്കെ പോയതായിരുന്നു. നമ്മളവിടെ ചെന്ന് അമ്മയ്ക്ക് ആദേശിക്കൊക്കെ കുറിപ്പിച്ച് നമ്മളങ്ങനെ പോകണം. അങ്ങനെ സന്തോഷത്തിരിക്കുകയാണ് കേട്ടോ. അവിടെ പോയി നമ്മൾ എഴുതിയ എല്ലാ കാര്യം ഭംഗിയായിട്ട് നടന്നു. നമ്മൾ ഇച്ചക്കൂട്ടിനെ ഇവിടെ കൊണ്ടായിരുന്നു എഴുതിച്ചത്. പക്ഷെ നമ്മൾ അന്ന് യക്ഷിയമ്മയുടെ അടുത്ത് പോയില്ലായിരുന്നു. അന്ന് നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഇന്ന് കുറച്ച് പിള്ളേരെയൊക്കെ എഴുതിക്കാനുണ്ടായിരുന്നു. നമ്മളവിടെ എഴുതിച്ച് പുറത്തിറങ്ങി കടയിലോട്ടൊക്കെ കയറിയിട്ടൊക്കെയാണ് നമ്മൾ പോയത്. നമ്മൾ പോണ വഴി ബോബി ചെമ്മന്നൂറിൻ്റെ സ്വർണ്ണക്കട ചേർത്തല തുടങ്ങിയിട്ടുണ്ട്. അവിടെ ഒരു മാവിൽ നിന്ന് ഞങ്ങൾക്ക് ചാറ്റയൊക്കെ തന്നു. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ ഫ്രണ്ട്സ്.